ഇതാണോ? അല്ല. ഉറപ്പാണോ? ഇതല്ല സർ. ഇത് ശ്രദ്ധിച്ചു നോക്ക്. അല്ല. ഉറപ്പല്ലേ? ഇതല്ല സർ. ഹരീഷ്, കുട്ടിയുടെ ശരീരത്തിൽ സെമൻ കണ്ടെത്തിയിട്ടുണ്ട്. പട്ടിത്തൊടിൽ ഫിംഗർ പ്രിൻറ്റ്സ് കാണുന്നില്ല, മാത്രമല്ല അത് കുറച്ച് പഴകിയതുമാണ്. അതുകൊണ്ട് തന്നെ ട്രേസ് ചെയ്യാൻ പാടായിരിക്കും. റസ്റ്റ് ഉണ്ടല്ലേ? സർ, നടന്നത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൃത്യമാണ്. ആ സൈറ്റിൽ വൈകിട്ട് 7 മണിക്ക് ശേഷം ആരും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് അക്രമിക്കറിയാമായിരുന്നു. ആ ക്യാമ്പസിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇന്റർസോൺ കലോത്സവത്തിനുള്ള ഫൈനൽ റിഹേഴ്സൽസ് നടക്കുകയായിരുന്നു. 4-ാം ദിവസമാണ് തെരേസ ആക്രമിക്കപ്പെടുന്നത്. സോ തെരേസയെ അടുത്തറിയാവുന്ന ആ 4 ദിവസത്തെ അവരുടെ റുട്ടീൻ, അതിന്റെ ടൈമിംഗ്, ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ആരോ. തെരേസയുമായി ബന്ധപ്പെട്ട അവരുടെ കൂടെ പഠിക്കുന്ന, ആ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, അങ്ങനെ ഏതാണ്ട് 100ഓളം പേരെ നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞു. സംശയത്തിന്റെ ഒരു കണിക പോലും നമുക്ക് ലഭ്യമായിട്ടില്ല. Now it's time for the reality. Teresa, now she is in coma. ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു സഹായത്തിലാണ് കുട്ടി. അത് എത്ര നാളുണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാ. വി ആർ റിയലി സോറി. Officer, 7 days she's in the ICU and now in a coma. When are you and how are you going to catch the bloody culprit? Tell me. Tell me. വിദ്യാർത്ഥിനി പീഡന കേസിൽ പോലീസ് അന്വേഷണം എങ്ങും എത്താതെ ഇഴയുന്നതായി ആരോപണം. ഈ കേസിൽ യാതൊരു തുമ്പും കിട്ടാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്നാരോപിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. കേസ് ഉടൻ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. സർ, വാട്ട് നെക്സ്റ്റ്? നമ്മളൊരു ലോങ് ഷോട്ട് അറ്റംപ്റ്റിന് പോകുന്നു. ആൻസെസ്ട്രൽ ജനറ്റിക്സ്, DNA ആൻസെസ്ട്രി. നമ്മുടെ പൂർവികർ ആഫ്രിക്കൻ വംശജരാണോ, ആര്യന്മാരാണോ, ജൂതന്മാരാണോ എന്നറിയാൻ ഒരു കൗതുകത്തിന്റെ പുറത്ത് ജനങ്ങൾ അവരുടെ DNA കൊടുക്കുന്നു. ഇത് സ്വീകരിക്കുന്ന 100 കണക്കിന് ഏജൻസികൾ അതവരുടെ റിപ്പോസിറ്ററിയിൽ സൂക്ഷിക്കുന്നു. അത്തരം ഏജൻസികൾക്ക് നമ്മുടെ റേപ്പിസ്റ്റിന്റെ സെമൻ സാമ്പിൾ അയച്ചു കൊടുക്കുന്നു. അവരുടെ ഡേറ്റാബേസിലുള്ള ഏതെങ്കിലും ഒരു സാമ്പിൾ നമ്മുടെ സാമ്പിളുമായിട്ട് മാച്ച് ആയാലോ? ചിലപ്പോ അതാണെങ്കിലോ നമ്മുടെ കേസിലെ ദി ഗോഡ്സ് എവിഡൻസ്. സർ, വി ഫൗണ്ട് എ മാച്ച്. സുദേവി രാജൻ, ഒരു IT പ്രൊഫഷണൽ ഫ്രം ഹൈദരാബാദ്.